ബിഗ് ബോസ് മലയാളം സീസൺ 6ന്റെ വിന്നർ ആരെന്നറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. മുൻ സീസണുകളെ അപേക്ഷിച്ച് വിന്നർ ആരായിരിക്കുമെന്നുള്ള ഒരു സൂചനയും ഈ അവസാന മണിക്കൂറിലും അസാധ്യമാണ്. രാജാക്കന്മാരും ചക്രവർത്തിമാരുമൊന്നും ഇല്ലാത്ത ഒരു സീസൺ. നിലവിലെ സാഹചര്യത്തിൽ മത്സരഫലം എങ്ങോട്ട് വേണമെങ്കിലും മറിയാനുള്ള സാധ്യതയുമുണ്ട്. വോട്ടിംഗ് നില വച്ച് നോക്കുമ്പോൾ വിന്നറാകാൻ ഒരു സാധ്യത കാണിക്കുന്ന മത്സരാർത്ഥി ജിൻഡോയാണ്. ഈ സീസണിൽ തുടക്കം മുതൽ ആധിപത്യം നേടാനും പ്രേക്ഷകരുടെ പിന്തുണ നേടാനും ജിൻഡോയ്ക്ക് സാധിച്ചിരുന്നു. ആദ്യ ആഴ്ച മണ്ടനെന്ന് വിളിച്ചവരെ കൊണ്ട് പിന്നീട് മല്ലയെന്നും ജിൻഡപ്പനെന്നുമൊക്കെ വിളിപ്പിക്കാൻ ജിൻഡോയ്ക്ക് സാധിച്ചിരുന്നു. ഒറ്റയ്ക്ക് ഗെയിം കളിച്ച് മുന്നേറിയ മത്സരാർത്ഥിയായ ജിൻഡോയ്ക്ക് വിന്നറാകാൻ സാധിച്ചേക്കുമെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. ബിഗ് ബോസ് ടീം ജെന്യൂനാണെങ്കിൽ ശ്രീതു പുറത്തായപ്പോൾ അവർക്ക് കിട്ടേണ്ട വോട്ടുകൾ അർജുന് കിട്ടും എന്നൊരു ചർച്ച ഹൗസിനുള്ളിൽ തന്നെ നടന്നിരുന്നു. അതിൽ ജിൻഡോ പറയുന്നുണ്ട്, എനിക്കിതുവരെ വോട്ട് തന്ന ജനം എന്നെ കൈവിടില്ലെന്ന്. ഇപ്പോൾ ജിൻഡോയെക്കുറിച്ചുള്ള ഒരു പ്രേക്ഷകന്റെ കുറിപ്പ് വായിച്ച് കേൾപ്പിക്കാം. ബിഗ് ബോസ് ആരാധകരുടെ ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ പങ്കുവച്ച ഒരു കുറിപ്പാണ്. സ്വപ്നം സാക്ഷാത്കരിക്കാൻ നാടും നാട്ടാരും തന്നെ അറിയാൻ അംഗീകരിക്കാൻ അയാൾക്ക് പിടിച്ചു നിന്നേ മതിയാകുമായിരുന്നുള്ളൂ. പൊരുതി തന്നെയാണ് ജിൻഡോ ഓരോ ദിനവും ബിഗ് ബോസ് ഹൗസിൽ നിന്നത് എന്നാണ് കുറിപ്പിൽ പറയുന്നത്. എനിക്കിവിടെ ആരുമില്ലാത്ത ഫീലായിരുന്നു. ഭയങ്കര ഒറ്റപ്പെടൽ അറിഞ്ഞ ആളാണ് ഞാൻ. 100 ദിവസം എങ്ങനെ നിന്നെന്ന് എനിക്ക് മാത്രമേ അറിയൂ. ഞാൻ ആരും അറിയാതെ പോയി കരയും. കഴിഞ്ഞ ആഴ്ച കൂടി ബാത്റൂമിൽ പോയി പൊട്ടിക്കരഞ്ഞു. മനസ്സ് ഇവിടെ ആരോടും തുറക്കാൻ പറ്റില്ല. 19 പേര് ഒരുമിച്ച് കൂടി എനിക്ക് നേരെ അടിക്കുന്ന അടി സഹിക്കാൻ പറ്റില്ല. മോർണിംഗ് ആക്ടിവിറ്റിയിൽ എല്ലാവരും എനിക്കെതിരെ പറയുമ്പോൾ ചങ്കു പൊട്ടാറുണ്ട്. ഇവിടെയുള്ള എല്ലാവർക്കും പരസ്പരം പറയാൻ ഒരാളുണ്ടായിരുന്നു. എല്ലാവർക്കും സപ്പോർട്ടുണ്ടായിരുന്നു. കരഞ്ഞാൽ ആശ്വസിപ്പിക്കാൻ ആളുണ്ടായിരുന്നു. ഞാൻ കരഞ്ഞാൽ കള്ളത്തരമാണെന്ന് പറയും. അറിയാതെ കണ്ണു നിറഞ്ഞുപോയി. ഒരുപാട് പാപമായി പോയി ജിൻഡോ. സ്വപ്നം സാക്ഷാത്കരിക്കാൻ നാടും നാട്ടാരും തന്നെ അറിയാൻ അംഗീകരിക്കാൻ അയാൾക്ക് പിടിച്ചു നിന്നേ മതിയാകുമായിരുന്നുള്ളൂ. പൊരുതി തന്നെയാണ് ജിൻഡോ ഓരോ ദിനവും ബിഗ് ബോസ് ഹൗസിൽ നിന്നത്. പലതും കാണാത്തതുപോലെയും കേൾക്കാത്തതുപോലെയും അയാൾ നടിച്ചു. ഹൗസിൽ ഒരാളെയെങ്കിലും വിശ്വസിച്ച് കൂടെ നിർത്താൻ പറ്റിയെങ്കിൽ എന്ന് ആശിച്ചു. ജിൻഡോ ഇൻഡിവിജ്വൽ പ്ലെയർ ആയിരുന്നു. അയാളുടെ ശരികൾ അയാളുടെ മാത്രം ശരികളായിരുന്നു. കറുത്തവനെന്നോ വെളുത്തവനെന്നോ ഇരുനിറമെന്നോ ഇല്ല. ഒരാളുടെ മനസ്സ് എത്രമാത്രം പ്രകാശമാനമാണോ അത് മാത്രം മതി അവരിലേക്ക് ഈ പ്രപഞ്ചത്തെ മുഴുവൻ ആകർഷിപ്പിക്കാൻ എന്നാണ് കുറിപ്പ്.